ഹലോ, നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് അടിമാലിയിലാണ് ഇപ്പോൾ ഉള്ളത്. അടിമാലിയിൽ നിന്ന് മൂന്നാറിലോട്ട് യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇടുക്കി ജില്ലയിലെ ഏറ്റവും മനോഹരമായ ഒരു സ്ഥലമാണ് മൂന്നാർ. അപ്പോൾ മൂന്നാറിലെ കാഴ്ചകൾ നമ്മൾ എത്ര കണ്ടാലും നമുക്കതൊരു മനം മടുപ്പിക്കില്ല. വീണ്ടും വീണ്ടും വരണം എന്നാഗ്രഹിക്കുന്ന ഒരു പ്രദേശമാണ് ഈ മൂന്നാർ. മൂന്നാറിലെ കാഴ്ചകൾ കണ്ടതിന് ശേഷം നമ്മൾ വട്ടവടയിലോട്ട് ഇന്ന് പോകും. അപ്പോൾ ഇന്ന് വട്ടവടയിൽ എത്തിയതിന് ശേഷം ഇന്ന് വട്ടവടയിലാണ് സ്റ്റേ ചെയ്യുന്നത്. എന്നിട്ട് അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടിട്ട് നാളെ തിരികെ വരും. അപ്പോഴും നമ്മളിങ്ങനെ ബസ്സിലിരുന്ന് അങ്ങ് ദൂരെ കോടമഞ്ഞ് നമുക്ക് കാണാൻ സാധിക്കുന്നു. എന്ന് ഈ മൂന്നാറിൽ വന്നാലും നമുക്ക് ഇതേപോലുള്ള കാഴ്ചകൾ ഇവിടെ കാണാൻ സാധിക്കും. നല്ല തണുത്ത കാറ്റ്. KSRTC ബസ്സിലാണ് നമ്മുടെ ഫുൾ യാത്ര ചെയ്യുന്നത്. പക്ഷേ ഒരു പ്രശ്നം എന്ന് പറയാൻ, നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് നമുക്ക് KSRTC ബസ് കിട്ടില്ല. അതിൻ്റെ കറക്റ്റ് സമയം അന്വേഷിച്ചതിന് ശേഷം മാത്രമേ നമ്മുടെ യാത്രകൾ നമ്മൾ പ്ലാൻ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ വട്ടവടയിൽ ഇന്ന് ഒരു ഹർത്താൽ ഏതാണ്ട് നടക്കുന്നുണ്ട്. അതുകൊണ്ട് രാവിലെ ഒന്നും ബസ്സില്ല. ഏതാണ്ട് ഉച്ചയ്ക്ക് 2:30-ക്ക് ശേഷം 2:30-ക്ക് ഒരു ബസ്സുണ്ട്. ആ ബസ്സിൽ ചെല്ലാനാണ് അവിടുത്തെ ഹോം സ്റ്റേക്കാർ പറഞ്ഞത്. അപ്പം എന്തായാലും നമ്മൾ രാവിലെ തന്നെ അടിമാലിയിൽ നിന്ന് മൂന്നാറിൽ പോവുകയാണ്. മൂന്നാറിലെത്തി അവിടെ കുറേ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം അവിടുന്ന് വട്ടവടയ്ക്ക് പോകണമെന്ന് വിചാരിക്കുന്നു. ബസ് കിട്ടിയാൽ ഡയറക്റ്റ് വട്ടവടയ്ക്ക് തന്നെ പോകും. എന്തായാലും നമ്മളിപ്പോൾ മൂന്നാറിലോട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. മൂന്നാറിലെത്തി അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഒരുപാട് കാഴ്ചകളുണ്ട് മൂന്നാർ. നമ്മൾ ഒരു ദിവസമോ ഒരാഴ്ച കൊണ്ട് കാണാൻ പറ്റുന്ന കാഴ്ചകളാണ് മൂന്നാറിലുള്ളത്. പക്ഷെ അത് നമുക്ക് ഒരേ സമയത്ത് തന്നെ എല്ലാം കാഴ്ചകൾ കാണുമ്പോൾ നമുക്കൊരു മടുപ്പുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഇപ്രാവശ്യം നമ്മൾ കുറച്ച് കാഴ്ചകൾ കണ്ട് തിരിച്ചു പോകുന്നതിന് ശേഷം വീണ്ടും നമുക്ക് മൂന്നാറിലെത്തി അവിടുത്തെ കാഴ്ചകൾ കാണാം എന്ന് വിചാരിക്കുന്നു. എന്തായാലും നമ്മൾ മൂന്നാർ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ്. രണ്ടങ്ങ് ദൂരെ എത്ര കണ്ടാലും മതി വരില്ല ഇവിടുത്തെ കാഴ്ചകൾ. അതാണ് നമ്മൾ തന്നെ ഇപ്പം ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ ബസ്സിലിരുന്ന് നമ്മളിങ്ങനെ യാത്ര ഇങ്ങനെ ആസ്വദിച്ചു പോവുകയാണ്. അപ്പോൾ നമ്മൾ മൂന്നാറിലെത്തി. മൂന്നാറിൽ നിന്ന് ഇപ്പം വട്ടവടയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ മൂന്നാറിൽ നിന്ന് വട്ടവടയ്ക്ക് ബസ് അന്വേഷിച്ച് കഴിഞ്ഞാൽ വട്ടവട ബസ് നമുക്ക് കിട്ടില്ല. വട്ടവട എന്ന പേരിൽ ബസ് ഇങ്ങോട്ട് ഓടുന്നുമില്ല. അപ്പോൾ കോവിലൂർ എന്നാണ് ഈ വട്ടവടയുടെ സ്ഥലപ്പേര്. അപ്പോൾ മൂന്നാറിൽ വന്ന് കോവിലൂരിൽ പോകാനുള്ള ബസ് അന്വേഷിച്ചാൽ മാത്രമേ നമുക്ക് വട്ടവടയ്ക്ക് പോകാൻ സാധിക്കുള്ളൂ. അപ്പോൾ നമ്മൾ കോവിലൂർ പോകുന്ന ബസ്സിൽ ഇപ്പോൾ കയറിയിരിക്കുകയാണ്. ഏതാണ്ട് 1.5 മണിക്കൂർ സമയമെടുക്കും കോവിലൂർ എത്താൻ. ഏതാണ്ട് 80 രൂപ പോയിൻ്റാണ്. KSRTC ബസ്സിൽ 71 രൂപയും പ്രൈവറ്റ് ബസ്സിൽ 80 രൂപയാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് KSRTC ബസ്സിലാണ്. 71 രൂപ പോയിന്റിലാണ് പോകുന്നത്. 1.5 മണിക്കൂർ നമുക്കെടുക്കും. അപ്പം കാഴ്ചകൾ ഒരുപാടുണ്ട് കാണാൻ. അതിങ്ങനെ കണ്ട് നമ്മൾ പോവുകയാണ്. തമിഴ് സംസാരിക്കുന്ന ഏതാണ്ട് 90-95% ആൾക്കാരും തമിഴ്നാട്ടിൽ നിന്ന് കുടിയേറിയ ആൾക്കാരാണ് ഈ വട്ടവടയിലുള്ളത്. അവരുടെ കൃഷിയിടങ്ങളും അവരുടെ മിക്സായിട്ടുള്ള ജീവിത രീതിയും മലയാളം കലർന്ന തമിഴും ഇതെല്ലാം നമുക്ക് അവിടെ ചെന്നിട്ട് കേൾക്കാനും കാണാനും എല്ലാം സാധിക്കും. അവരുടെ കൃഷിയിടങ്ങളെ, അവരുടെ കൾച്ചറ്, അതെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ ഇതാണ്ട് ഇവിടുത്തെ അട്ടപ്പെട്ടി ഡാമിൻ്റെ മുകളിലൂടെ നമ്മളിങ്ങനെ പോവുകയാണ്. അട്ടപ്പെട്ടി ഡാമിൻ്റെ മുകളിലൂടെ നമ്മൾ അപ്പുറത്ത് കയറി അവിടെ നിന്നാണ് നമ്മൾ വീണ്ടും പോകുന്നത്. അട്ടപ്പെട്ടി ഡാം കഴിഞ്ഞാൽ പിന്നെ അപ്പുറത്ത് എക്കോ പോയിൻ്റ് ഉണ്ട്. അങ്ങനെ കുറേ ഇവിടെ എല്ലാം ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലമാണ്. ഒരുപാട് സമയം നമുക്ക് ഇവിടെ വന്ന് ആസ്വദിക്കാനും എല്ലാം സാധിക്കും. ഒരുപാട് ആൾക്കാർ ദിവസവും വരുന്ന ഒരു പ്രദേശമാണ്. കുറേ ദൂരത്തോളം നമുക്ക് ഈ ഡാം ഇങ്ങനെ കാണാൻ സാധിക്കും. ഇവിടെ എല്ലാം നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പല ഭാഗത്തുനിന്ന് വന്നിട്ടുള്ള ടൂറിസ്റ്റുകൾ, അതുപോലെ കേരളത്തിന് പുറത്തുനിന്നുള്ള ആൾക്കാർ, ഇന്ത്യക്ക് പുറത്തുനിന്നുള്ള ആൾക്കാർ, അങ്ങനെ ഒരുപാട് ടൂറിസ്റ്റുകൾ എത്തുന്ന പ്രദേശമാണ് ഇവിടെ.
ഈ മൂന്നാറിലുള്ള ഒരുപാട് ചെറുപ്പക്കാർ ഈ ടൂറിസം കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. ജീപ്പ്, ഓട്ടോറിക്ഷ, അതുപോലെ ചെറിയ കടകള്, ഇങ്ങനെ പല പല ബിസിനസ് കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. ഇതുകൊണ്ട് എക്കോ പോയിന്റ് ആയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന്, ഇതെല്ലാം എക്കോ പോയിന്റ് ആണ്. ഇവിടെ നമ്മളിനി അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ യൂക്കാലി മരങ്ങളും ഒക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അങ്ങോട്ട് വട്ടവടയിലോട്ട് പോകുമ്പോൾ തന്നെ കുറേ കാഴ്ചകൾ, മൂന്നാറിൽ നിന്നും കുറേ അങ്ങോട്ട് അടുക്കുമ്പോൾ മൂന്നാറിൽ നിന്നും വേറിട്ട കാഴ്ചകളാണ് കൂടുതൽ കാണുന്നത്. വട്ടവടയിൽ താമസിക്കുന്ന ആൾക്കാർക്ക് രാവിലെ, നമ്മൾ പ്രൈവറ്റ് വെളിയിൽ നിന്നുള്ള ആൾക്കാർ വട്ടവടയിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് 6 മണി കഴിഞ്ഞാൽ തന്നെ അവിടെ ഇങ്ങോട്ട് തിരിച്ചു പോരാൻ ബുദ്ധിമുട്ടാണ്. അവിടുത്തെ വഴി അവർ ക്ലോസ് ചെയ്യും. അവിടുത്തെ ആൾക്കാർക്ക് ബുദ്ധിമുട്ടില്ല, ഏത് സമയത്തും അങ്ങോട്ട് ഇങ്ങോട്ട് പോകാൻ സാധിക്കും അവിടുത്തെ വണ്ടി. അല്ലാതെ നമ്മൾ പുറത്തുള്ള ആൾക്കാർക്ക് അതുവഴി അവർ യാത്ര അനുവദിക്കത്തില്ല. കാരണം നമുക്ക് വന്യമൃഗങ്ങളുമായിട്ടും ഒരു പരിചയം, അവർക്ക് വന്യമൃഗങ്ങൾ ഇറങ്ങുന്ന പ്രദേശങ്ങളൊക്കെ അവർക്ക് അറിയാവുന്നതുകൊണ്ട് അവർക്കൊരു സൗജന്യങ്ങളുണ്ട്. അത് നമ്മൾ ഏത് പ്രദേശത്ത്, എക്കോ ടൂറിസം പ്ലേസിൽ എവിടെ പോയാലും അത് തന്നെയാണ്. ഇപ്പം നമ്മൾ ഗവിയിലാണേലും മറ്റു പല സ്ഥലത്ത് പോയാലും അവിടുത്തെ ലോക്കൽ ആൾക്കാർക്ക് അവർക്ക് ചില സൗജന്യങ്ങളുണ്ട്. പക്ഷെ ദൂരെ പുറത്തുനിന്ന് വരുന്ന ആൾക്കാർക്ക് അതില്ല. കാരണം നമുക്ക് ആ പ്രദേശങ്ങളുമായിട്ട് കൂടുതൽ അറിയില്ല. അവിടുത്തെ ആൾക്കാരൊക്കെ ആകുമ്പോൾ അവിടുത്തെ കാര്യങ്ങളെല്ലാം നല്ല അറിവുള്ളതാണ്. അതുകൊണ്ടാണ് പ്രധാന കാര്യം. അപ്പോൾ നമ്മളിങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. നല്ല കാഴ്ചകൾ. ഇപ്പോൾ നമ്മൾ വനത്തിനകത്തൂടെ പൊക്കോണ്ടിരിക്കുകയാണ്. ഇവിടെ എല്ലാം വന്യമൃഗങ്ങൾ, ആനയൊക്കെ ഇറങ്ങുന്ന ഒരു പ്രദേശമാണ്. പക്ഷെ വട്ടവടയിൽ കാട്ടാനകളുടെ ശല്യം വളരെ കുറവാണ്. അവിടെ കാട്ടുപോത്തും അതുപോലെ മ്ലാവ്, മറ്റു മൃഗങ്ങൾ, അതൊക്കെ മാത്രമേ ഉള്ളൂ. ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ മൂന്നാറിൽ നമ്മൾ വട്ടവടയ്ക്ക് പോകുന്ന വഴിക്കൊക്കെ തന്നെയും ഒരുപാട് ആനകളൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ്. കാട്ടുപോത്തും എല്ലാം ഇറങ്ങുന്ന സ്ഥലമാണ്. നമുക്ക് തൊട്ടപ്പുറത്ത് തന്നെ നമുക്ക് ഡാമിൻ്റെ കാഴ്ചകൾ കാണാൻ പറ്റും. ഇപ്പോൾ കോടമഞ്ഞില്ലാത്തതുകൊണ്ടാണ് നമുക്കിങ്ങനെ വിശാലമായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. മഞ്ഞുണ്ടെങ്കിൽ നമുക്ക് ഇവിടുത്തെ ഒരു കാഴ്ചകളും കാണില്ല. വെറുതെ മഞ്ഞ് മാത്രം നമുക്ക് കണ്ടുപോകാൻ സാധിക്കും. ഓരോ സമയത്തും ഈ ഭാഗത്ത് വരുമ്പോൾ ഓരോ തരത്തിലുള്ള ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പം നല്ല വെയിലാണ്, പക്ഷേ തണുപ്പില്ല. വട്ടവടയിലാണെങ്കിൽ 20 ഡിഗ്രിക്ക് താഴെയാണ് പകലാണേലും ടെമ്പറേച്ചർ. രാത്രിയിലാണേൽ ടെമ്പറേച്ചർ വളരെ കുറവാണ്. അവിടെ AC ഭാരം ഒന്നും തന്നെ അവിടെ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. മൂന്നാറിലെ കൂട്ട് തന്നെ. മൂന്നാറിലൊരു പക്ഷേ ചൂട് സമയത്തൊക്കെ ഏപ്രിൽ മെയ് മാസത്തിലൊക്കെ നല്ല ചൂടൊക്കെ പകലൊക്കെ ഉണ്ടാവും. വട്ടവടയിൽ പക്ഷേ അതുപോലും ഇല്ല. എപ്പോഴും ഒരു തണുപ്പ് ക്ലൈമറ്റാണ്. അപ്പോൾ നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. വട്ടവട എന്ന് പറയുമ്പോൾ നമുക്ക് ഇന്ന് വൈകിട്ട് അവിടെ സ്റ്റേ ചെയ്തിട്ട് അവിടുത്തെ കാഴ്ചകൾ, അവിടുത്തെ കൃഷിയിടങ്ങൾ. പക്ഷേ ഇപ്പം കൃഷിയെല്ലാം വിളവൊക്കെ എടുത്ത് അടുത്ത കൃഷി ഇറക്കേണ്ട ഒരു സമയത്തോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാ കൃഷിയും നമുക്ക് ഒരു പക്ഷേ കാണാൻ സാധിക്കില്ല. പക്ഷേ ഉള്ള കൃഷികളൊക്കെ നമുക്ക് കാണാം. അവിടുത്തെ കുറേ കാഴ്ചകളൊക്കെ കാണാം. പക്ഷെ അവിടുത്തെ റോഡെല്ലാം തകർന്നു കിടക്കുകയാണ്. അത് ശരിയാക്കുന്നതിന് വേണ്ടിയാണ് അവർ ഹർത്താൽ നടത്തിയത്. അപ്പോൾ നമ്മളിങ്ങനെ പതുക്കെ ഇങ്ങനെ പോവുകയാണ്. വട്ടവട പോയ ആൾക്കാർ, കുറേ ആൾക്കാർ തിരികെ വരുന്നുണ്ട്. ഇവിടെ എക്കോ പോയിൻ്റൊക്കെ പോയി കാണുന്ന ആൾക്കാർ. ഇവിടെ എല്ലാം ഒരുപാട് കാഴ്ചകളുണ്ട് നമുക്ക് കാണാൻ. അപ്പം ഇങ്ങനെ നമ്മളിങ്ങനെ പതുക്കെ ഇങ്ങനെ പോവുകയാണ്. വളരെ KSRTC ബസ്സാണേലും വളരെ പതുക്കെയാണ് പോകുന്നത്. ഈ യാത്ര ഒക്കെ കണ്ട് നമുക്ക് ആസ്വദിച്ച് പോകാം. നമുക്ക് എല്ലായിടത്തും പോകുന്ന KSRTC ബസ്സിൽ പോകുന്നതാണ് കൂടുതൽ താല്പര്യം. പക്ഷേ കൃത്യസമയത്ത് ബസ് കിട്ടാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം. നമ്മൾ എക്കോ പോയിന്റിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഉച്ചത്തിൽ വിളിച്ച് പറഞ്ഞാൽ അപ്പുറത്ത് നമുക്ക് എക്കോ പോലെ കേൾക്കും. അതുകൊണ്ട് തന്നെ എക്കോ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ താഴോട്ട് ഇറങ്ങി പോകണം. പക്ഷെ ഇപ്പം നമുക്ക് വേറൊരു സമയത്ത് നമുക്ക് ഇവിടെ വരാം. ഇവിടുത്തെ കാഴ്ചകൾ അവിടെ ഇറങ്ങി നിന്നല്ല ആസ്വദിക്കാം. അപ്പോൾ നമ്മൾ വട്ടവടയിൽ നമ്മൾ റൂമൊക്കെ ബുക്ക് ചെയ്തേക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അവിടെ ചെന്ന് അവിടുത്തെ കാഴ്ചകൾ കാണണം. ആദ്യമായിട്ടാണ് വട്ടവടയിലോട്ട് പോകുന്നത്. അപ്പോൾ അവിടെ നമുക്ക് സ്ഥലമെല്ലാം കാണിച്ചു തരാനായിട്ട് ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറൊക്കെ ഉണ്ട്. അദ്ദേഹത്തെ നമ്മൾ നേരത്തെ ഏർപ്പെടുത്തിയതാണ്. അപ്പോൾ അദ്ദേഹം നമ്മൾ ബസ് ഇറങ്ങുന്നിടത്ത് വന്ന് കാത്തു നിൽക്കും. അതുപോലെ ഏറ്റവും വലിയൊരു പ്രശ്നം, നമ്മൾ സ്വന്തം വണ്ടിയിൽ പോകുന്നവർക്ക് അവിടെ വട്ടവടയിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ പെട്രോൾ പമ്പില്ല. ഇവിടുന്ന് പെട്രോൾ അടിച്ചിട്ട് പോകുന്നതാണ് നല്ലത്. പിന്നെ അതുപോലെ മറ്റ് ബാർ, ഹോട്ടലോ മറ്റ് വലിയ സംവിധാനങ്ങളോ ഒന്നുമില്ല.
എല്ലാം മൂന്നാറിൽ മാത്രമേ ഉള്ളൂ. അവിടെ ചെറിയൊരു ഗ്രാമമാണ്, കാർഷിക ഗ്രാമം. അവിടെ നമുക്ക് നല്ല രീതിയിൽ ജീവിക്കാം, അവിടെ ചെന്ന് നല്ല കാഴ്ചകൾ കാണാം, അത്രയും മാത്രമേ ഉള്ളൂ. മറ്റ് അത്യാഡംബര കാര്യങ്ങളൊന്നും തന്നെ അവിടെ ഇല്ല. അപ്പോൾ അതെല്ലാം മനസ്സിൽ വെച്ചേക്കുക. അവിടെ വരുന്ന ആൾക്കാർ അങ്ങനെയൊക്കെ ഉള്ള മറ്റ് ടൂറിസ്റ്റ് പ്ലേസിൽ പോകുന്ന കാര്യങ്ങളൊന്നും തന്നെ അവിടെ കിട്ടത്തില്ല. അപ്പോൾ എല്ലാവരും ഫാമിലിയായിട്ട് വന്നാലും നമുക്ക് അവിടെ നേരത്തെ ബുക്ക് ചെയ്ത് പോകണമെന്നേ ഉള്ളൂ. സ്വന്തം വണ്ടിയെ വരുന്നവർക്ക് പാർക്കിങ്ങുള്ള ഹോം സ്റ്റേകൾ എടുക്കുന്നതാണ് നല്ലത്. ഒരുപാട് ഹോം സ്റ്റേകളുണ്ട്, മലയാളികളുടെ ഉണ്ട്, അവിടുത്തുകാരുടെ തന്നെ ഹോം സ്റ്റേകളുണ്ട്. പക്ഷേ അവിടെ നല്ല ഫുഡ് കിട്ടുന്ന ഹോം സ്റ്റേകൾ നോക്കി നമുക്ക് എടുത്താൽ നല്ലതാണ്. അപ്പോൾ അവിടുത്തെ കൂടുതൽ കാഴ്ചകൾ നമുക്ക് അവിടെ എത്തിയതിന് ശേഷം അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പോൾ ഈ യാത്രാ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഫുൾ അടിമാലിയിൽ നിന്ന് വട്ടവടയുള്ള വരെയുള്ള ഈ കാഴ്ചകൾ മാത്രം അടങ്ങുന്ന ഈ വീഡിയോ അപ്പോൾ എല്ലാവരും കാണുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ തിരിച്ചു ഇങ്ങോട്ട് KSRTC ബസ്സിന് തന്നെയാണ് നാളെ പോരുന്നത്. നാളെ വൈകിട്ടോടുകൂടി നമ്മൾ തിരിച്ച് മൂന്നാർ വരും. മൂന്നാറിൽ നിന്നും വീണ്ടും KSRTC ബസ്സിൽ തിരുവനന്തപുരത്തിന് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പോകണം, തിരിച്ചു വരുമ്പോൾ അങ്ങനെ തന്നെ തിരിച്ചു പോകണം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം വട്ടവട വീഡിയോയുമായിട്ട് ഉടൻ തന്നെ വരുന്നതാണ്. അവിടുത്തെ കാഴ്ചകൾ തീർച്ചയായിട്ടും കാണിക്കുക. അവിടുത്തെ തകർന്നു കിടക്കുന്ന റോഡുകളും എല്ലാം നമുക്ക് കാണാം. അപ്പോൾ ഓക്കെ, ബൈ ബൈ.